നബി തങ്ങൾ ഒരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കല്യാണം കഴിച്ച ഉപ്പമാരെ, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സുഹൃത്തുക്കളെ, ഭർത്താവാകാൻ താല്പര്യപ്പെടുന്നവരെ, നമ്മുടെ ഓരോ കർമ്മങ്ങളും ആരാധനയാണ്. നമ്മുടെ ഭാര്യ നമുക്ക് ആരാധന നിർവഹിക്കാനുള്ള ഒരു അവസരമാണ്. നമ്മുടെ വിവാഹബന്ധം നമുക്ക് ആരാധനയാണ്. എത്രത്തോളം മുത്തുനബി പറഞ്ഞടോ, മാമിൻ റജുലിൻ അഖദ ബിയദി ഇംറഅതിഹി യുറാവിദുഹാ, സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചാൽ ആ പെണ്ണിനോട് ഒന്ന് ഇണങ്ങി നിൽക്കാൻ, അവളെ കെട്ടിപ്പിടിക്കാൻ, സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് ഒരാള് ആ ഭാര്യ അങ്ങ് കൈപിടിച്ചു കഴിഞ്ഞാൽ ഇല്ലാ കതബല്ലാഹു ലഹു ഖംസ ഹസനാത്ത്. ആ കൈ പിടിക്കുന്നതിന് അല്ലാഹു തആല 5 ഹസനാത്തിന്റെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യന്റെ കൈ സ്നേഹത്തോടു കൂടെ ബന്ധ പരിസരം നോക്കണം. ബൈക്കുമൊക്കെ പോകുമ്പോൾ കവളുക്കളെ കുടിച്ചിട്ട് പെണ്ണുങ്ങൾ ഓല വിചാരം ഓലും മാത്രമേ ഇവിടെ മാപ്പണിയും പെണ്ണുങ്ങളും. നാളുണ്ട് ഒരു ചങ്ങായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഓളെ തോളു കൂടെ കഴിച്ചിട്ട് കവിളും ഞാൻ ചങ്ങായി ഇജ്ജി ഇവിടെ പല്ല് വേദനയായിട്ട് വന്നിട്ട് ഓളെ കവിളും പിടിച്ചരാ, അതിനൊക്കെ വേറെ റൂം എടുത്തു പോയ ഉളുപ്പുവാണ് ചുരുക്കി പറഞ്ഞ. പരിസരം നോക്കണം. ചില ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് കണ്ടിട്ട് ഓളെ വീത്താനത്തല്ല, അടിച്ചു തരുമ്പോ ഓളെ അടുക്കളി പോയി ഓളെ മുഖത്തേക്ക് ഇങ്ങനെ സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവിടെ ഉമ്മ ഉണ്ടെങ്കിൽ ആ നഞ്ഞാപിഞ്ഞ കളിയൊക്കെ മാറ്റി വെച്ചാൽ അവിടുന്ന് നിങ്ങൾ ആ സ്നേഹം ഒന്നും വേണ്ട. അത് സ്വന്തം റൂമിൽ പോയിട്ട് മതി. മുഖത്ത് നോക്കലോ കവിടുത്ത് നുള്ളലോ ഉമ്മ വെക്കലോ കൈ പിടിക്കലോ ഒക്കെ അവിടുന്ന് മതി. ഇപ്പൊ ഞങ്ങളെ ഒരു ചങ്ങാളുണ്ട് അവിടെ മലപ്പുറം ഭാഗത്തുള്ള ചങ്ങായി, ഓനെ ബഹ്റൈനിൽ പോയിട്ട് 2 കൊല്ലം ജോലി ചെയ്ത് നാട്ടിൽ കയറി. കല്യാണം കഴിച്ചിട്ട് 1 മാസം പെണ്ണുങ്ങളൊപ്പം നിന്നിട്ടുള്ളൂ. പൂതി കെടുന്നതിന് മുമ്പ് ടിക്കറ്റ് ഓക്കെ ഓൻ പോയി. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഓനെ അണക്കെട്ട് പൊട്ടിയമാരി ഇങ്ങോട്ട് വരിക. ഇത് കിട്ടണ്ടേ? അതിനെ ഓള് വന്ന് പകല് വന്ന് നോക്കുമ്പോൾ ഓനെപ്പോഴും ഓണരുത്തന്നെ തൊട്ടൊരുമി നിൽക്കാനും അങ്ങോട്ട് താണ്ടാനും ഇങ്ങോട്ട് താണ്ടാനും ഇതൊക്കെ ആര് കാണുന്നുണ്ട്? അടുക്കളയിൽ നിന്ന് ഉമ്മ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ മരുക്കള് പോര് അമ്മായിമ്മ പോരൊക്കെ ഉണ്ടാണ് ഒരു കാരണമാണിത്. ഇതൊന്നും അതിന് നിൽക്കരുത്. ഉമ്മാന്റെ ഉമ്മന്ന് അവിടെ പോയി അവിടെ നിന്ന് തൊടുക. അടിച്ചു വരുമ്പോ ഒന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്റെ ഭാര്യയല്ലേ, സംഭാന്റെ ഭാര്യ, പക്ഷെ അവിടുന്ന് ഇതൊക്കെ അമ്മ കാണുന്നുണ്ട്. ബഹ്റൈനിൽ വന്നിട്ട് ഓന് പണിയതാ. ഉമ്മാക്ക് ഇത് പറയണം. എങ്ങനെയാ പറയാ? മകനായി പോയില്ലേ. അപ്പോഴാണ് ഒരു പെടക്കോയിന്റെ കൂടെ പൂവങ്കോയി ഓടിച്ചു പോയത്. അതിന് മക ചാൻസ് ഉടനെ തന്നെ അമ്മ പറഞ്ഞു, പൂവങ്കോയി ഇജും ബഹ്റൈനിയാണോ? ഇജും ബഹ്റൈനാ വന്നത് എന്ന് വെച്ച്. അപ്പോഴാ മകന് മനസ്സിലായത് ശരിയല്ല. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ട, ചോദിപ്പിക്കാൻ നിൽക്കരുത്. കൈ പിടിക്കണൊക്കെ നല്ലതാ, കവിളത്ത് നുള്ളണതും നല്ലതാ, സ്നേഹിക്കണവും നല്ലതാ. പക്ഷെ പ്രൈവറ്റ് റൂമൊന്നും മനസ്സിലായത്. ഇത് റോട്ടിൽ കൂടെ പോകണം, ബൈക്ക് മേലൊക്കെ പോണ കണ്ട മീൻപെട്ടി കെട്ടിയമാരാ പോക്ക്. അതൊക്കെ കുറച്ച് ഓവറാ. അതൊന്നും നല്ല ഒരു ശീലമല്ല. ചിന്തനീയ പ്രഭാഷണങ്ങൾ, ചാരുതയാർന്ന മദ്ഹ്, ചരിത്ര വ്യാഖ്യാനങ്ങൾ, ഖുർആൻ, ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. www.youtube.com ഇല്യാസ് മുണ്ടംപറമ്പ.